വെൽക്കം ഓൾ. വെൽക്കം ടു മാസ്റ്റർ കെ അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസിൻഫെക്ഷൻ, ക്ലീനിങ് എങ്ങനെ ചെയ്യണം, ഡിസിൻഫെക്റ്റ് എങ്ങനെ ചെയ്യണം, ഒരു സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്തൊക്കെയാണ് റുട്ടീനായിട്ട് ലാബിൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ ഒരു സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ വെച്ച് ക്ലീൻ ചെയ്യണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് ക്ലീനിങ്ങിന് ചെയ്യണം, അതേപോലെ ഡിസിൻഫെക്ഷൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ബയോസേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം എന്നെല്ലാമാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ക്ലീനിങ് എന്നും എന്താണ് ഡിസിൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, സ്റ്റെറിലൈസേഷൻ വേറെയാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ റിമൂവൽ ആണ്. കണ്ണിൽ കാണുന്ന അഴുക്കുകൾ റിമൂവ് ചെയ്യുക. നമ്മൾ അങ്ങനെ തന്നെയല്ലേ തുണി അലക്കുമ്പോൾ എങ്ങനെ കണ്ണിൽ കാണുന്ന, അല്ല ഒരിക്കലും നമ്മൾ ഇട്ടൊരു ഡ്രസ്സ് സ്റ്റെറൈലാണോ നമ്മൾ നോക്കുന്നില്ല. അത് ഓപ്പറേഷൻ തിയേറ്ററിലും അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് സ്റ്റെറൈൽ ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് വേണ്ടത്. അല്ലാത്തപ്പോൾ നമുക്ക് വേണ്ടത് ജസ്റ്റ് വൃത്തിയുള്ള തുണിയായാൽ മതി. സോ ഫിസിക്കൽ റിമൂവൽ ഓഫ് ഡേർട്ട്, അഴുക്കുകൾ, ഓർഗാനിക് മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ആൻഡ് മൈക്രോ ഓർഗാനിസം, ഒരുപാട് പൊടിതഴിച്ച മൈക്രോ ഓർഗാനിസം യൂസിങ് ഡിറ്റർജന്റ് ആൻഡ് വാട്ടർ. ഈ ഡിറ്റർജന്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ തുണി ഇഴകൾക്കുള്ളിൽ നമ്മുടെ ഈ ഒരു തുണിയുടെ ഇഴകൾ ഉണ്ടായിരിക്കുമല്ലോ, അതിനകത്ത് അടിഞ്ഞുകൂടിയ അഴുക്കിനെല്ലാം വെള്ളത്തിന് നോർമൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കുറച്ച് തുണി ഇഴകൾക്കുള്ളിലേക്ക് ഇറങ്ങി അതിനെ നശിപ്പിക്കാൻ, അതിനെ ഇളക്കി മാറ്റാനാണ് നമ്മൾ ഈ സോപ്പ് എന്ന് ഉപയോഗിക്കുന്നത്. സോപ്പ് ഒരു ഡിറ്റർജന്റ് ആണ്. അപ്പൊ ഫിസിക്കൽ റിമൂവൽ ഓഫ് ഡേർട്ട്, ഓർഗാനിക് മാറ്റർ ആൻഡ് മൈക്രോ ഓർഗാനിസം യൂസിങ് സോപ്പ് ആൻഡ് വാട്ടർ, അല്ലെങ്കിൽ വാട്ടർ ആൻഡ് ഡിറ്റർജന്റ്, അതാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. ഇനി ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി അതിനൊരു മെഡിക്കൽ സൈഡ് വന്നു. യൂസ് ഓഫ് കെമിക്കൽ ഏജൻസ് ഉപയോഗിച്ചിട്ട് എലിമിനേറ്റ് ഓർ റെഡ്യൂസ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം ടു എ സേഫ് ലെവൽ, നോട്ട് നെസസറിലി ആൾ സ്പോർ. അതായത് റിമൂവൽ ഓഫ് ആൾ വെജിറ്റേറ്റീവ് ഫോം, അതായത് പെട്ടെന്ന് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത്. സ്പോർ ഫോം അസുഖം ഉണ്ടാക്കില്ല. സ്പോർ ഫോം അത് അൺഫേവറബിൾ കണ്ടീഷനിൽ ബാക്ടീരിയ പോകുന്നതാണ് സ്പോർ ഫോം. അത് വെജിറ്റേറ്റീവ് ഫോമായി മാറിയിട്ടാണ് അസുഖങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ യൂസ് ഓഫ് കെമിക്കൽ ഏജന്റ് ടു എലിമിനേറ്റ് ഓർ റെഡ്യൂസ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം, പത്തോജനിക് മൈക്രോ ഓർഗാനിസം, അതായത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ എന്ന് പറയുക. ഇപ്പൊ നമ്മൾ ഒരു ബ്ലഡ് എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് സ്കിന്നിന് മേലെ ഇത് ആഡ് ചെയ്യുന്നത്, ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ എന്തെങ്കിലും അല്ലെങ്കിൽ മുറിവിൽ ആഡ് ചെയ്യുന്നത്, ഇതെല്ലാം ഡിസിൻഫെക്ഷൻ, അവിടുത്തെ പത്തോജനിക് ആയിട്ടുള്ള ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് പ്രിവെന്റ് ക്രോസ് കണ്ടാമിനേഷൻ. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സർഫസിൽ കുറച്ച് ബാക്ടീരിയ ഉണ്ട്, മറ്റൊരു ഇതിൽ വേറെ കുറച്ച് ബാക്ടീരിയ ഉണ്ട്. ഇത് തമ്മിൽ മിക്സപ്പ് ആവാതിരിക്കുക. അതായത് നമ്മൾ അല്ലെങ്കിൽ ഇപ്പൊ ആദ്യം എടുക്കുമ്പോൾ നമുക്ക് ഒരു ബീക്കറിൽ നമ്മൾ എന്തെങ്കിലും എടുത്തു, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ, അല്ലെങ്കിൽ ഒരു പെറ്റ് ഡിഷിൽ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുത്തു. അപ്പൊ അതിനകത്ത് ഈ മൈക്രോ ഓർഗാനിസം നമുക്ക് കാണാൻ പറ്റില്ല. അതിനുശേഷം അടുത്ത ഒരാളുടെ ബ്ലഡ് എടുക്കുമ്പോൾ അതും തമ്മിൽ, അയാളുടെ വേറെ കുറച്ച് ബാക്ടീരിയ ഉണ്ട്, ബ്ലഡിൽ അങ്ങനെ ബാക്ടീരിയ കാണില്ല, എന്നാൽ പോലും അങ്ങനെ ബാക്ടീരിയ ഉണ്ടെന്ന് കരുതാം. അപ്പൊ ഇത് തമ്മിൽ മിക്സപ്പ് വരും. അതൊക്കെ ഒഴിവാക്കാനാണ് ഓരോ സാമ്പിൾ എടുത്തു കഴിഞ്ഞാലും ക്ലീൻ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഈ ക്ലീനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈക്രോ ഓർഗാനിസിനെ റിമൂവൽ ആകുമ്പോൾ അത് കുറച്ചുകൂടി മെഡിക്കൽ സൈഡിലേക്ക് പറയുകയാണെങ്കിൽ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ ക്രോസ് കണ്ടാമിനേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആവാൻ പാടില്ല. അതായത് ഇപ്പോ നമ്മള് കുറച്ച് ഇതെടുത്തു, മൈദ എടുത്തു, കുറച്ച് റവ എടുത്തു, ഇത് തമ്മിൽ നമുക്ക് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റും.
അരിച്ചാൽ മതി. മൈദ വളരെ ചെറിയൊരു ഇതാണ്. ആ റവ കുറച്ചുകൂടി വലിയൊരു സ്ട്രക്ചറാണ് വരുന്നത്. അപ്പൊ അരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഒരേപോലത്തെ സാധനങ്ങളാണെങ്കിലോ, പഞ്ചസാര ഉപ്പും ആണെങ്കിലോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞ ഗ്ലൂക്കോസിന്റെ പൗഡറും അതേപോലെ ഉപ്പ് പൊടിയാണെങ്കിലോ വേർതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി. അങ്ങനെ ക്രോസ് കണ്ടാമിനേഷൻ. മിക്സപ്പ് അല്ല പറയുന്നത്, ക്രോസ് കണ്ടാമിനേഷൻ. ഒരെണ്ണത്തിൽ അഴുക്കുണ്ട്, മറ്റേതിലേക്ക് എത്തി അതിനെ കൂടി അഴുക്കാക്കി മാറ്റുന്നു. അതെല്ലാം ഒഴിവാക്കാനാണ് നമ്മൾ ക്ലീനിങ് ചെയ്യുന്നത്. ടു മെയിൻറ്റെയിൻ, ലാബിന്റെ കാര്യം വരുമ്പോൾ ടു മെയിൻറ്റെയിൻ സേഫ് ലബോറട്ടറി എൻവയോൺമെന്റ്. ലബോറട്ടറി എൻവയോൺമെന്റ് അങ്ങനെ ക്രോസ് കണ്ടാമിനേഷൻ വന്നിട്ടോ അല്ലെങ്കിൽ അഴുക്കുകൾ മര്യാദയ്ക്ക് പോവാതെ അങ്ങനെ ഒന്നുമില്ലാതെ പ്രിവെന്റ് ചെയ്യുന്നതിനാണ് സേഫ് ലബോറട്ടറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ വൃത്തിയുള്ള ടെസ്റ്റ് ട്യൂബുകളും വൃത്തിയുള്ള എല്ലാ കാര്യങ്ങളും നല്ല സേഫ് ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ലെവലിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രോസ് കണ്ടാമിനേഷൻ വരില്ല, നല്ല ലബോറട്ടറി എൻവയോൺമെന്റ് വരും. അപ്പൊ നമുക്ക് ലാബിൽ ഉണ്ടാക്കുന്ന റിസൾട്ട് ആക്യുറേറ്റ് റിസൾട്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോംപ്ലൈസ് വിത്ത് ബയോസേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. ബയോസേഫ്റ്റി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതിരിക്കാനും അങ്ങനെയുള്ള സംതിങ് റിലേറ്റഡ് ടു ലിവിങ് തിങ്സ്. ബയോ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ജീവികളുടെ ഇതിലാണ് ബയോ എന്ന് പറയുന്നത്. ബയോസേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൃഗങ്ങളുടെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് നമുക്ക് മനുഷ്യരിലേക്ക് അസുഖം വരാം. ഒരുപാട് സൂണോട്ടിക് ഡിസീസുകളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു ബയോസേഫ്റ്റി വരും. അവിടെ നമ്മൾ ഗ്ലൗസും മാസ്കും ഇതെല്ലാം. പക്ഷിപ്പനി, അതുപോലെ പന്നിപ്പനി എന്നൊക്കെ പറയുന്നതല്ലേ, ഇതെല്ലാം അവർക്ക് ഉണ്ടാവുന്നു, നമുക്ക് അവരുടെ നിന്ന് പകർന്നു കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് ആക്യുറേറ്റ് ആയ റിസൾട്ട് കൊടുക്കാൻ വേണ്ടി സേഫ് ലബോറട്ടറി എൻവയോൺമെന്റിന് വേണ്ടി ബയോസേഫ്റ്റി സ്റ്റാൻഡേർഡിന് വേണ്ടിയൊക്കെയാണ് ഈ ക്ലീനിങ്ങും ഡിസിൻഫെക്ഷനും എല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ലാബിലെ റുട്ടീൻ ക്ലീനിങ് ഏരിയ, ഒരു ലാബിനകത്തെ റുട്ടീൻ ക്ലീനിങ് ഏരിയകൾ എവിടെയൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. റുട്ടീൻ ക്ലീനിങ് ഏരിയ ലാബിനകത്തെ ലബോറട്ടറി ബെഞ്ചസ് ഒരു ലാബിനകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് ലാബിൽ, ഇപ്പൊ +2 കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ സ്റ്റുഡൻസ് ലാബിൽ നിങ്ങൾ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആ വർക്ക് ബെഞ്ച് മരം കൊണ്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഗ്രാനൈറ്റ് എല്ലാം പതിച്ചായിരിക്കാം, മാർബിൾ പതിച്ചായിരിക്കാം, കടപ്പക്കല്ലിട്ടതായിരിക്കാം, അങ്ങനെ വർക്ക് ബെഞ്ച് ഉണ്ടായിരിക്കും. ആ വർക്ക് ബെഞ്ച്, അതുപോലെ ലാബിനകത്താണെങ്കിൽ ലബോറട്ടറി വർക്ക് ബെഞ്ച്. അതേപോലെ മൈക്രോസ്കോപ്പ്, നമ്മൾ ബ്ലഡ് ആണെങ്കിലും യൂറിൻ ആണെങ്കിലും വേറെ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റൂൾ ആണെങ്കിലും എല്ലാം മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ മൈക്രോസ്കോപ്പ് പെട്ടെന്ന് കണ്ടാമിനേറ്റഡ് ആവും. അപ്പൊ മൈക്രോസ്കോപ്പ് വൃത്തിയായി കീപ്പ് ചെയ്യണം. അതേപോലെ ഈ ബ്ലഡും ഇതൊക്കെ പണ്ട് കാലത്ത് ഇതിലാണ് പറയുന്നത്, പിപ്പറ്റ്സും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ബ്ലഡ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സോ അല്ലെങ്കിൽ ഇപ്പോൾ പിപ്പറ്റ്സുകൾ എടുക്കാം, കവർ ഗ്ലാസ്സുകൾ എടുക്കാം, സ്ലൈഡ് എടുക്കാം, അതിലൊക്കെ വരുന്ന അങ്ങനെയുള്ളത് വരാം. പിന്നെ ഇതെല്ലാം സെൻട്രിഫ്യൂജ്, ബ്ലഡ് ഒക്കെ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പില്ലേജ് വരാം, ചിലപ്പോൾ സെൻട്രിഫിക്കേഷൻ്റെ ഇടയിൽ. ഇപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. പണ്ട് കാലത്ത് ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ സ്പ്രെഡായി സ്പില്ലേജ് വരും, അതൊക്കെ റിമൂവ് ചെയ്യുക. അതുപോലെ സെൻട്രിഫ്യൂജ് സർഫസുകൾ വൃത്തിയാക്കുക. അതേപോലെ തന്നെയാണ് നമ്മൾ ലാബിൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ട കൈകൊണ്ട് ഇതൊക്കെ തൊട്ടിട്ട് ചിലപ്പോൾ ഡോറിന്റെ ഹാൻഡില്, അതേപോലെ എപ്പോഴും റിസൾട്ട് ഒക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ റിസൾട്ട് ടൈപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. മൗസിൽ തൊടുന്നു, എല്ലാവരും ആ ഡോർ വലിച്ചു തുറക്കുന്നു പോകുന്നു, അതേപോലെ പുറത്തുനിന്ന് വരുമ്പോഴും അതിൽ ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് തുറക്കുന്നു. അപ്പൊ അതൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടാമിനേറ്റഡ് ആവുന്ന ഏരിയയാണ്. അപ്പൊ ഈ ഗ്ലൗസ് ഇട്ട് അങ്ങനെ ആൾക്കാർ തൊടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിൽ ആ ലാബിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് തുറക്കാതെ ഏറ്റവും മേലെ, ഞാനൊക്കെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മേലെ ജസ്റ്റ് വിരൽ വെച്ചിട്ട് അതിനെ തള്ളും. അപ്പോൾ അവിടെ അധികം ആൾക്കാർ തൊടുന്ന ഒരു ഏരിയ ആയിരിക്കില്ല. അങ്ങനെ തള്ളിയിട്ടാണ് തുറക്കുക. ഒരിക്കലും ഈ ഹാൻഡിൽ പോയി പിടിക്കാറില്ല ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിൽ. അതെല്ലാം നമ്മളൊരു സേഫ്റ്റി മെഷർ, ബയോസേഫ്റ്റി സ്റ്റാൻഡേർഡ് എല്ലാം മെഷർ ചെയ്യുന്ന ഗുഡ് ലബോറട്ടറി പ്രാക്ടീസിൽ വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഒരു ലാബിനകത്തേക്ക് ഇറങ്ങി പോകുന്നവിടെ ആയിരിക്കണം, ലാബിൽ നിന്ന് ഇറങ്ങി പോകുന്നവിടെ ആയിരിക്കണം നമ്മുടെ ഹാൻഡ് വാഷിങ്ങിന്റെ ഏരിയ. അല്ലെങ്കിൽ ലാബിനകത്തേക്ക് കയറുന്നവിടെ, ലാബിൽ നിന്ന് ഇറങ്ങുന്നവിടെ എല്ലാം ഓട്ടോമേറ്റഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടായിരിക്കും. ഒന്ന് സാനിറ്റൈസ് ചെയ്യുക, എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ സാനിറ്റൈസ് ചെയ്യുക ആന്റിസെപ്റ്റിക് സൊല്യൂഷനിൽ. അതൊക്കെയാണ് ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇപ്പൊ നമുക്കൊരു കോമൺ ആയിട്ട് പറയുകയാണ്, ഇപ്പൊ ഒരു തുണിയിൽ നമ്മുടെ ഒരു കെമിക്കൽ ലബോറട്ടറിയിൽ, മെഡിക്കൽ ലാബല്ല കെമിക്കൽ ലാബിലാണെങ്കിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ടിഷ്യൂലോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലായോ ക്ലോത്തിലായി കഴിഞ്ഞാൽ വിസിബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ കളയുക. എന്നിട്ട് ക്ലീൻ വിത്ത് ഡിറ്റർജന്റ് ആൻഡ് വാട്ടർ. അതിനുശേഷം വെള്ളവും സോപ്പ് ഉപയോഗിച്ച് നന്നായി വൃത്തിയായി കഴുകുക. അതിനുശേഷം നമ്മൾ തുണി അലക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഈ തുണിയിൽ മണ്ണ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ മണ്ണ് നമ്മൾ ആദ്യം തട്ടിക്കളയുന്നു. എന്നിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് അത് കഴുകി കളയുന്നു. കഴുകി കളഞ്ഞിട്ട് ആ സോപ്പും വെള്ളവും കളയാൻ വേണ്ടി നമ്മൾ നല്ല വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് പിഴിഞ്ഞിടില്ലേ, അതേപോലെ റിൻസ് വിത്ത് ക്ലീൻ വാട്ടർ ഇഫ് നീഡ്. അത് നമ്മൾ എന്തായാലും ചെയ്യുന്നു. പിന്നെ സ്റ്റെറിലൈസേഷൻ, അതായത് മെഡിക്കൽ പർപ്പസ് ആണെങ്കിൽ അതിൽ ഡിസിൻഫെക്ഷൻ ടു ഓൾ സർഫസ്. ലാബിന്റെ വർക്ക് ബെഞ്ച് കാര്യങ്ങളുള്ളതാണെങ്കിൽ അവിടെ ഡിസിൻഫെക്റ്റന്റ് എന്താണെങ്കിലും നമ്മൾ കൊടുക്കുന്നു. വർക്ക് ബെഞ്ചും ഇൻസ്ട്രുമെന്റും ഒക്കെ നമുക്ക് എന്താണെന്ന് ഓരോന്നായിട്ട് പറയാം. അതിനുശേഷം ഇപ്പോൾ ഒരു ഡിസിൻഫെക്റ്റന്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മളിപ്പോ ഈ കോവിഡ് സമയത്തൊക്കെ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡ് സമയത്ത് നമ്മുടെ ഡ്രസ്സ് ഒന്നല്ലെങ്കിൽ ഫീനോളില്, അതായത് നമ്മുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഡിറ്റർജന്റ് സൊല്യൂഷനിൽ, ഫീനോളിൽ ഇല്ലെങ്കിൽ ഡിറ്റർജന്റ് സൊല്യൂഷനിൽ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഡെറ്റോളാണ്, ഫീനോൾ അല്ല, ഡെറ്റോളില് മുക്കി വെക്കും. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ആണ് ഹോസ്പിറ്റലിലേക്ക് ഇടുന്ന ഡ്യൂട്ടിക്ക് ഇടുന്ന ഡ്രസ്സ് എല്ലാം ഡെറ്റോളിൽ ഒരു 10-15 മുക്കി വെച്ചതിന് ശേഷം എടുത്ത് അലക്കിയിട്ട് ഉപയോഗിക്കും. അല്ലെങ്കിലോ അലക്കി എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്ന് ഡെറ്റോളിൽ മുക്കി എടുത്തിട്ട് ഇടുന്ന, അങ്ങനെ ഇടുക. അല്ലെങ്കിൽ എന്താണെങ്കിലും ഡെറ്റോളിൽ മുക്കി വെച്ചിട്ട് അലക്കാണ് റുട്ടീനായിട്ട് ചെയ്യാറുള്ളത്. അതാണ് കോണ്ടാക്ട് ടൈം എന്ന് പറയുന്നത്. ഈ ഡെറ്റോളിൽ മുക്കി വെക്കുക എന്ന് പറയില്ലേ, ഒരു 10-15 മിനിറ്റ് മുക്കി വെക്കുമ്പോൾ അത് ഈ റെക്കമെൻഡഡ് ബൈ മാനുഫാക്ചർ എന്ന് പറയുമ്പോൾ അതൊരിക്കലും തുണിയിലൊന്നും അങ്ങനെ പറയാറില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ മാനുഫാക്ചർ പറയും ഇത്ര സമയത്ത് ഇത്ര കോൺസെൻട്രേഷനുള്ള ഇന്ന സൊല്യൂഷനിൽ മുക്കി വെക്കണം, കോണ്ടാക്ട് ടൈം അങ്ങനെ കൊടുക്കണം എന്ന് പറയും. ഇപ്പൊ നമ്മൾ റുട്ടീനായി ഉപയോഗിക്കുന്ന ഒരു ഗോഗിളാണ്, കണ്ണട പോലത്തെ ലാബിൽ ഉപയോഗിക്കുന്ന ഗോഗിളാണെങ്കിൽ നമ്മൾ അതൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അത് വൈപ്പ് ചെയ്യാം. വൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ വെച്ച് വൈപ്പ് ചെയ്ത് അത് എയർ ഡ്രൈ ചെയ്യാം. അതെല്ലാമാണ് ഈ ക്ലീനിങ് സ്റ്റെപ്പുകളായിട്ട് പറയുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസിൻഫെക്റ്റന്റ്, ലാബിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസിൻഫെക്റ്റന്റ് ആണ് പറയുന്നത്. ഇതിൽ ആദ്യം പറയുന്നത് തന്നെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്നത് 0.5 to 1% ആണ് സർഫസ് ഡിസിൻഫെക്ഷന് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലാബിനകത്തെ വർക്ക് ബെഞ്ച് എല്ലാം ഇപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യാൻ പറയുന്നത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. പണ്ട് ഫീനോൾ വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ TB, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിന്റെ അല്ലെങ്കിൽ AFB ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളെല്ലാം ഫീനോൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. പക്ഷെ അല്ലാത്ത ലാബുകൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് 0.5 to 1%, നോർമലി 1% ഉപയോഗിക്കുന്നു. എന്തിനൊക്കെ ഉപയോഗിക്കാം? ബ്ലഡ് സ്പില്ലേജ് ഉണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ച് ബ്ലഡ് താഴെ പോയി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡ് സ്പില്ലേജ് വരുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ കൊടുക്കാമെന്ന് ഒഴിക്കാന്നുള്ളത്. അതേപോലെ സർഫസ് ഡിസിൻഫെക്ഷൻ, നമ്മുടെ വർക്ക് ബെഞ്ചുകളും അല്ലെങ്കിൽ ഈ ഡോറുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഡോറിന്റെ ഹാൻഡിൽസ്, ഇതെല്ലാം നമുക്ക് ഹൈപ്പോക്ലോറൈറ്റ് വെച്ച് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം ആണ്, ഫാസ്റ്റ് ആക്ടിങ് ആണ്. അതായത് വൈറസുകളെ എല്ലാത്തിനും ഇത് റിമൂവ് ചെയ്യും. പക്ഷെ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കൊറോസീവ് ആണ്. പ്രിപ്പയർ ഫ്രഷ്ലി ഡെയിലി. ഈ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ 1% ഒരു 30 ഗ്രാം ഇതെടുത്ത് നമ്മൾ ഒരു 100 ml വാട്ടറിൽ ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ട് 30 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുക്കുക. ബ്ലീച്ചിങ് പൗഡർ അത് തന്നെയാണ് ഈ ഹൈപ്പോക്ലോറൈറ്റ് പറയുന്നത്. 30 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ട് ഒരു 100 ml വെള്ളത്തിൽ കലക്കുമ്പോൾ അതൊരു പേസ്റ്റ് പോലെയാവും. എന്നിട്ട് അതിനെ 1 ലിറ്റർ വെള്ളം, ബാക്കി 900 ml വെള്ളം ഒഴിച്ചിട്ട് അതിനെ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അനക്കാതെ വയ്ക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ ഊറി വരും, മേലെ കുറച്ച് തെളിഞ്ഞ വെള്ളം വരും. ആ തെളിഞ്ഞ വെള്ളം എടുക്കുക. ആ തെളിഞ്ഞ വെള്ളമാണ് 1% ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുക. അതാണ് നമ്മൾ ഈ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട്, സർഫസ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു പ്രശ്നം ചോദിച്ചത് കൊറോസീവ് ആണ്. ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലാതെ മെറ്റലിൽ ഉപയോഗിക്കാൻ പറ്റില്ല. മെറ്റലിൽ ഇത് കൊറോസീവ് ആണ്. അത് പെട്ടെന്ന് ആ സാധനം മെറ്റലിന്റെ കണ്ടെയ്നർ ഒക്കെ ആണെങ്കിൽ തുരുമ്പ് പിടിച്ച പോലെയും ഹോള് വീണിട്ടൊക്കെ പോകും.
അപ്പോൾ യൂസ് ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സുകളായിരിക്കണം, പ്ലാസ്റ്റിക് ബേസിനുകളായിരിക്കണം. ഒരിക്കലും മെറ്റലിന്റെ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ഡെയിലി ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ഡെയിലി യൂസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ദെൻ 70% എത്തനോൾ അല്ലെങ്കിൽ ഐസോപ്രോപ്പനോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഐസോപ്രോപ്പനോൾ, എഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ, ഇതെല്ലാം ഒന്നാണ്. ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ, ഐസോപ്രോപ്പനോൾ അല്ലെങ്കിൽ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ. ഏറ്റവും ഇതായിട്ട് വരുന്നത് 70% ആണ്. അതായത് ഇപ്പൊ നമ്മുടെ ലാബിലെല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ സ്കിൻ ഡിസിൻഫെക്റ്റന്റ് ആയി യൂസ് ചെയ്യുന്നത് 70% ആൽക്കഹോൾ ആയിരിക്കും. എത്തനോൾ ആവാം, ഐസോപ്രോപ്പനോൾ ആവാം. നോർമലി നമ്മൾ എത്തനോൾ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഒരു 95%-നേക്കാൾ എഫക്റ്റീവ് ആയിട്ട് സ്കിൻ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് 70%. അതായത് 7 പാർട്ട് ഈ എത്തനോളും 3 പാർട്ട് വെള്ളവും എടുത്തു കഴിഞ്ഞാൽ അത് വരുന്നതാണ് 70% എന്ന് പറയുന്നത്. 100% കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ അബ്സൊല്യൂട്ട് ആൽക്കഹോൾ, അബ്സൊല്യൂട്ട് എത്തനോൾ, അബ്സൊല്യൂട്ട് ആൽക്കഹോൾ 7 ml എടുത്തിട്ട് 3 ml വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 70% ആവും. അല്ലെങ്കിൽ 70 ml 30 ml നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യത്തിനാണെങ്കിൽ 7:3 ആ റേഷ്യോ വേണം. 70 ml 30 ml എടുത്താലാണ് 70% വരിക. അതാണ് മോസ്റ്റ് ഇഫക്റ്റീവ്. ഇൻസ്ട്രുമെന്റ് ഡിസിൻഫെക്ഷൻ, അതായത് നമ്മുടെ മൈക്രോസ്കോപ്പ്, നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെ സർഫസ് ഒക്കെ മെറ്റൽ ആയിരിക്കും. ആ മെറ്റൽ സർഫസ് ഒരിക്കലും നമുക്ക് ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സർഫസ് വൈപ്പിനും ഇൻസ്ട്രുമെന്റ് ഡിസിൻഫെക്ഷൻ എല്ലാം നമുക്ക് എത്തനോൾ യൂസ് ചെയ്യാം. പെട്ടെന്ന് ഡ്രൈ ചെയ്ത് പോവും, അതിന്റെ റെസിഡ്യൂ ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സർഫസ് വെള്ളം കൂട്ടി തുടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിന്റെ ഒരു പാട് പോലെ ഇത് വരും, വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലാസ് സർഫസിലൊക്കെ പ്രത്യേകിച്ച്. പക്ഷെ ഈ സ്പിരിറ്റിന് ആ പ്രശ്നമില്ല, വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എയർ ഡ്രൈ ചെയ്ത് പോകും. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിമബിൾ ആണ്, കത്താൻ സാധ്യതയുള്ളതുകൊണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. നോട്ട് ഇഫക്റ്റീവ് ഓൺ ഡേർട്ടി സർഫസ്. അതേപോലെ ഒരുപാട് അഴുക്കും ഇതൊക്കെ പിടിച്ച സർഫസിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ അഴുക്ക് എല്ലാം വരുമ്പോൾ അത് പ്രോട്ടീൻ സാധനങ്ങളാണെങ്കിൽ അതിനെ ഇത് ഫിക്സ് ചെയ്യും, പ്രോട്ടീനെ റിയാക്ട് ചെയ്ത് അത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാവുകൊണ്ട് ഡേർട്ടി സർഫസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തതാണ് ഗ്ലൂട്രാൾഡിഹൈഡ്. ഗ്ലൂട്രാൾഡിഹൈഡ് എന്ന് പറയുമ്പോൾ അത് 2% ഗ്ലൂട്രാൾഡിഹൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ഡിസിൻഫെക്റ്റൻസിന് ഇൻസ്ട്രുമെന്റ്സിന്. ഈ ഗ്ലൂട്രാൾഡിഹൈഡ് എവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലങ്സിലേക്കൊക്കെ ഇല്ല ഇതില്ലേ ബ്രോങ്കിയോസ്കോപ്പ്, അതായത് ലങ്സിന്റെ ഉള്ളിലേക്ക് എന്താണ് അവിടുത്തെ നോക്കാൻ, ലങ്സിന്റെ ഉള്ളിലേക്ക് ഈ ക്യാമറ പോലെയുള്ള സാധനങ്ങളും ട്യൂബ് അവിടുന്ന് ആസ്പിറേഷൻ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബ്രോങ്കിയോസ്കോപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ, അതായത് ഈ ലങ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഓർഗാൻസിനെ എല്ലാം നശിപ്പിക്കാൻ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ഗ്ലൂട്രാൾഡിഹൈഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു ഹൈ ലെവൽ ഡിസിൻഫെക്ഷൻ ആണ് ഈ ഗ്ലൂട്രാൾഡിഹൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2% ആണ്, 2 to 3% ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഹൈ ലെവൽ ഡിസിൻഫെക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ ബ്രോങ്കോസ്കോപ്പ്, എൻഡോസ്കോപ്പുകളൊക്കെയാണ് ഗുഡ് ഫോർ എൻഡോസ്കോപ്പ്. സ്പോറിസൈഡ് എന്ന് പറഞ്ഞാൽ സ്പോർ നശിപ്പിക്കുന്നു, ബാക്ടീരിയൽ സ്പോറുകളെ നശിപ്പിക്കുന്നു, അതാണ് സ്പോറിസൈഡൽ എന്ന് പറയുന്നത്. ബാക്ടീരിയയുടെ റെസിസ്റ്റന്റ് സ്റ്റേജിനെയാണ് സ്പോർ എന്ന് പറയുക. ഇപ്പോ ആമ, ടോർട്ടോയിസ്, ആമയെ നമ്മൾ പെട്ടെന്ന് അതിന് തൊടാൻ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അത് തലയെല്ലാം ഉള്ളിൽ വലിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നു, പിന്നെ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ അറ്റാക്ക് ചെയ്യാൻ ഏതെങ്കിലും ഒരു മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ തലയും കാലും എല്ലാം ഉള്ളിൽ വലിച്ചിട്ട്, കയ്യും കാലും ഉള്ളിൽ വലിച്ച് അത് കിടന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും അതിനെ ചെയ്യാൻ പറ്റില്ല. അതേപോലെയുള്ള ഒരു ബാക്ടീരിയയുടെ ഒരു ഇതാണ് ഹൈലി റെസിസ്റ്റന്റ് റെസ്റ്റിംഗ് സ്റ്റേജ് ബാക്ടീരിയനാണ് സ്പോർ എന്ന് പറയുന്നത്. എന്തെങ്കിലും അൺഫെയറബിൾ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതങ്ങനെ ചേഞ്ച് ആയിട്ട് വരും, സ്പോർ ആയിട്ട് വരും. എന്നിട്ട് എപ്പോൾ ഫേവറബിൾ കണ്ടീഷൻ വരുന്നു അപ്പോഴാണ് അത് മാറും. ദെൻ അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഗ്ലൂട്രാൾഡിഹൈഡിന് ടോക്സിക് ഫ്യൂംസും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല വെന്റിലേഷൻ ആവശ്യമുണ്ട്. ഹൈ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ടോക്സിക് ഫ്യൂംസ് ഉണ്ടാക്കാം. പിന്നെ ഫീനോളിക് കോമ്പൗണ്ട്, ഫീനോള്
ആസ് പെർ പ്രൊഡക്റ്റ്, അതായത് എന്താണ് അതിന്റെ കോൺസെൻട്രേഷൻ. ഫീനോൾ പല കോൺസെൻട്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫീനോൾ AR എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ, കൈ പൊള്ളുന്ന ഒരു സാധനം, അതുണ്ട് ഫീനോള്. പിന്നെ 40% ഫീനോളായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ആ 40% ഫീനോളിൽ നമുക്ക് ആവശ്യമുള്ളത് 5% ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് 1:7 ഡയലൂഷൻ ചെയ്തിട്ട് നമ്മളത് ഉപയോഗിക്കാറുണ്ട്. 5% ഡയലൂഷനിൽ 1:7 ഡയലൂഷൻ ചെയ്യുമ്പോൾ ആ 5% വരും. 5%ആണ് ഈ പറയുന്ന TB റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള, അല്ലെങ്കിൽ റുട്ടീനായിട്ട് ഹോസ്പിറ്റൽ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് നമുക്ക് ഫീനോൾ യൂസ് ചെയ്യാൻ പറ്റും. ഓർഗാനിക് മെറ്റീരിയൽ എല്ലാം നശിപ്പിച്ച് കളയും. ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ പോലും അതിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയും. പക്ഷെ അത് ഈ ഫീനോൾ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാം ഈ 5% ഒന്നും വരില്ല, അതിനേക്കാൾ കോൺസെൻട്രേഷൻ കുറഞ്ഞായിരിക്കും. കാരണം വീട്ടിൽ നമുക്ക് അങ്ങനെ നമ്മുടെ റുട്ടീൻ വീടുകൾ ഹോസ്പിറ്റൽ പോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 കാലില് മുറിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നഖത്തിന്റെ അവിടെ ഇരുന്നിട്ട് കുഴിനഖം എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് H2O2. അത് 3 to 6% യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ഡിസിൻഫെക്ഷൻ ആൻഡ് സർഫസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്. 3% ഒക്കെ ആണെങ്കിൽ ഡിസിൻഫെക്ഷനും 6% ഒക്കെ പോകുമ്പോൾ അത് സ്റ്റെറിലൈസേഷൻ സ്റ്റെറിലന്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് വൈറസ് ആൻഡ് സ്പോറിനെ വരെ. അങ്ങനെ ഈ പാമ തലയുള്ളിൽ കിട്ടാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറയില്ല, അതേപോലെ പല കാര്യങ്ങളെയും നമുക്ക് ഈ പറയുന്ന എത്തനോൾ വെച്ചിട്ടോ ഹൈപ്പോക്ലോറേറ്റ് വെച്ചോ നശിപ്പിക്കാൻ കളയാത്ത സാധനത്തെ പോലും നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡോ ഗ്ലൂട്രാൽഡിഹൈഡോ ഒക്കെ വെച്ചിട്ട് നശിപ്പിക്കാൻ പറ്റും. ഗ്ലൂട്രാൽഡിഹൈഡ് സ്പോറിനെ നശിപ്പിക്കും, ഹൈഡ്രജൻ പെറോക്സൈഡ് സ്പോറിനെ നശിപ്പിക്കും. പക്ഷേ ഇത് ഇറിറ്റന്റ് ആണ്. IM സ്കിന്നും ഇറിറ്റന്റ് ആണ്. ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണത്. പിന്നെ ക്വാട്ടനറി അമോണിയം കോമ്പൗണ്ട് QAC എന്ന് പറയും. ക്വാട്ടനറി അമോണിയം കോമ്പൗണ്ട് എന്ന് പറയുന്ന സാധനങ്ങൾ, അതിന്റെ കോൺസെൻട്രേഷൻ അതിന്റെ ഓരോതിലും കോമ്പൗണ്ടുകൾ അതിലെ വരിക. ഫ്ലോർ ക്ലീനിങ്, വാൾ ക്ലീനിങ്, എക്യുപ്മെന്റ് ക്ലീനിങ്ങിനെല്ലാം നമ്മൾ യൂസ് ചെയ്യും. ഇതിനും ബാക്ടീരിയ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇത് നോൺ കൊറോസീവ് ആണ്, ഓർഡർലെസ് ആണ്. അതാണ് ഇതിന്റെ ഗുണം. ഇത് കൊറോഷൻ ഒന്നും ഉണ്ടാക്കില്ല, സ്മെല്ല് ഒന്നുമില്ലാത്ത സാധനമാണ്. ഇനാക്ടിവേറ്റഡ് ബൈ സോപ്പ് ഓർ ഹാർഡ് വാട്ടർ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് എന്തെങ്കിലുമുള്ള സർഫ് ഇതിലൊക്കെ ഉപയോഗിക്കുമ്പോഴും അതിന്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടും. കാരണം സോപ്പ് സർഫസ് ടെൻഷൻ കുറയ്ക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ ഈ സോപ്പ് അവിടെ റിയാക്ഷൻ വന്നാൽ ഇതിന്റെ ആക്ടിവിറ്റി തടയും. അതേപോലെ ഹാർഡ് വാട്ടർ ഉണ്ടെങ്കിലും നമുക്ക് നോർമൽ വാട്ടറിൽ കുഴപ്പമില്ല, ഹാർഡ് വാട്ടറിൽ വന്നാൽ ഇതിന്റെ ആക്ടിവിറ്റി കുറയും. അതാണ് ക്വാട്ടനറി അമോണിയം കോമ്പൗണ്ട്. അപ്പൊ ഡിസിൻഫെക്റ്റന്റ് ഏതൊക്കെ യൂസ് ചെയ്യാം? സോഡിയം ഹൈപ്പോക്ലോറേറ്റ്, എത്തനോള്, ഗ്ലൂട്രാൽഡിഹൈഡ്, ഫീനോളിക് കോമ്പൗണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡ്, ക്വാട്ടനറി അമോണിയം കോമ്പൗണ്ട്സ്. ഇതെല്ലാമാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റന്റ് ലാബിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക് വരുന്നത് ബയോസേഫ്റ്റി പ്രിക്കോഷൻ ഇൻ കേസ് ഓഫ് സ്പെസിമെൻ സ്പില്ലേജ്. അപ്പൊ എന്തൊക്കെ കേസിലാണ് കോമൺ ആയിട്ട് സ്പില്ലേജ് നമുക്ക് വരിക? ബ്രേക്കേജ് ഓഫ് സാമ്പിൾ കണ്ടെയ്നർ. ഇപ്പൊ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുത്തു, അപ്പൊ അത് താഴെ വീണ്. പണ്ടൊക്കെ ഗ്ലാസ് ടെസ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ടെസ്റ്റ് ട്യൂബ്സ് ആണ്. അപ്പൊ താഴെ വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയി. അല്ലെങ്കിൽ നമ്മളൊരു കെമിക്കൽ എടുത്തു, ഒരു കെമിസ്ട്രി ലാബിനകത്ത് ഒരു കെമിക്കൽ എടുത്തു, ആ കെമിക്കലിന്റെ കണ്ടെയ്നർ എങ്ങനെയെങ്കിലും ആ ഗ്ലാസ് ആയി കണ്ടെയ്നർ പൊട്ടി താഴെ വീണ് പോയി. അങ്ങനെയെല്ലാം സ്പില്ലേജ് വരാം. അതേപോലെ ഈ ബ്ലഡ് പേഷ്യന്റിന്റെ ചിലപ്പോൾ എങ്ങനെയെങ്കിലും ആക്സിഡന്റൽ ഡ്രോപ്പിംഗ് ഓഫ് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ് നേരിട്ട് താഴേക്ക് വരും. പേഷ്യന്റ് വോമിറ്റ് ചെയ്താൽ മതി, പേഷ്യന്റ് ചോര ഛർദ്ദിക്കുകയാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്പില്ലേജ് തന്നെയാണ്. പിന്നെ സെൻട്രിഫ്യൂജ് ചെയ്യുന്ന സമയത്ത് ഹൈ സ്പീഡിൽ ചിലപ്പോൾ ട്യൂബ് പൊട്ടി സെൻട്രിഫ്യൂജിനകത്തൊക്കെ ബ്ലഡ് വരാറുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഒരുപാട് തടയാനുള്ള എല്ലാ പ്രിക്കോഷനും നമ്മളെടുക്കും. ഇപ്പം അങ്ങനത്തെ ട്യൂബ്സ് ഒന്നും പൊട്ടാറില്ല. അതിന് നല്ല കുഷൻ എഫക്റ്റ് എല്ലാം കൊടുക്കും. അല്ലെങ്കിൽ സെൻട്രിഫ്യൂജ് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻസ് ചെയ്യാത്തവിടെയാണ് ഇത് പൊട്ടാനുള്ള സാധ്യതകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ് ഇൻഫെക്ഷ്യസ് ആയിട്ട് കാണണം. ഹൈലി ഇൻഫെക്ഷ്യസ് ആണ് ഇതെല്ലാം. അപ്പൊ സ്പില്ലേജ് വന്ന ആദ്യം എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഇൻ കേസ് ഓഫ് സ്പില്ലേജ് വന്ന ആദ്യം നമ്മൾ നോക്കേണ്ടത് അലർട്ട് ആൻഡ് ഐസൊലേറ്റ് ദ ഏരിയ ഇമ്മീഡിയറ്റ്ലി. സ്പില്ലേജിൽ ഞാൻ നേരത്തെ ജസ്റ്റ് മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നു, എന്നാൽ ഒന്നുകൂടി പറയാം.
അലർട്ട് ആൻഡ് ഐസൊലേറ്റ് ദ ഏരിയ ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഒരു ബ്ലഡ് സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ അലർട്ട് ചെയ്യുക. അലർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാം? ഒരു കോഷൻ ബോർഡ് അവിടെ വയ്ക്കാം. ഹോസ്പിറ്റലിലെല്ലാം പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു മഞ്ഞ ബോർഡ് വെച്ചിട്ട് വെറ്റ് സർഫസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡ് കൊടുക്കുന്നത്. അതേപോലെ ആ ഏരിയ ഐസൊലേറ്റ് ചെയ്യുക. അതിപ്പോൾ ആൾക്കാർ നടക്കുന്ന പാസേജ് ആണെങ്കിൽ ആ പാസേജിലൂടെ നടക്കാതിരിക്കാനോ അല്ലെങ്കിൽ സൈഡിലൂടെ പോകാൻ വേണ്ടി കോഷൻ ബോർഡ് വയ്ക്കുക. കോഷൻ ബോർഡ് കാണുമ്പോൾ അവിടെ എന്തോ പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. അതിനുശേഷം നമ്മൾ വേഗം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE, ഗ്ലൗസ്, മാസ്ക്, കണ്ണിന് പ്രൊട്ടക്ഷൻ, ഗോഗിള്, ലാബിന്റെ കോട്ട്, അല്ലെങ്കിൽ PPE കിറ്റ് ഇടുന്നെങ്കിൽ അതെല്ലാം ഇടാം. എന്നിട്ട് കവർ ദ സ്പില്ല് വിത്ത് അബ്സോർബൻ മെറ്റീരിയൽ. നോർമലി നമുക്ക് തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഇടാം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു അബ്സോർബൻ മെറ്റീരിയൽ ഉണ്ട്. ഇപ്പോൾ ഇത്ര ഏരിയയിൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ സ്പില്ലായി കിടക്കാന്ന് കരുതുക. അപ്പൊ നമുക്കൊരു പൊടിയുണ്ട്. ആ പൊടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് ഇങ്ങനെ ഇട്ടിട്ട് വരണം. ഇതിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഉള്ളിലോട്ട് വരണം. ഇങ്ങനെ ഇതിനകത്ത് മേലെ മൊത്തം ഇടണം. അല്ല നേരിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു സ്പില്ലുണ്ട്, നേരിട്ട് ഇതിന് മേലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് ഇവിടുന്ന് ഇതിനെ സ്പ്രെഡാക്കി ഇതെല്ലാം ഈ എല്ലാ ഭാഗത്തേക്കും ഇത് സ്പ്രെഡ് ആവും. അത് വരാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഈ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെക്കാം, അല്ലെങ്കിൽ അബ്സോർബന്റ് ഇടാം. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം? pour disinfectant 1% hypochlorite over the spill from edges inwards to avoid splashing. ഒന്നല്ലെങ്കിൽ തുണിയെല്ലാം ഇട്ടിട്ട് ഈ പുറത്തുനിന്ന് ഇങ്ങനെ ഹൈപ്പോക്ലോറൈറ്റ് ഉള്ളിലോട്ട് ഒഴിച്ചു വരാം. ഹൈപ്പോക്ലോറൈറ്റ് ഉള്ളിലോട്ട് ഒഴിച്ചു വരുമ്പോൾ അത് സ്പ്രെഡ് ആവില്ല. എന്നിട്ട് ഒരു 10 to 20 മിനിറ്റ്, ചിലപ്പോൾ 20 to 30 ഒക്കെ പറയാറുണ്ട്. ഈ കോണ്ടാക്ട് ടൈം മാറി മാറി വരും. എന്നാൽ പോലും ഒരു മിനിമം ഒരു 10 മിനിറ്റ് കോണ്ടാക്ട് ടൈം കൊടുക്കുക. എന്നിട്ട് അത് അതിന് ശേഷം അതെല്ലാം വൈപ്പ് ചെയ്തെടുത്തിട്ട് ഈ നമ്മുടെ ബ്ലഡ് ഒക്കെ ആകുമ്പോൾ അത് മിക്സ് ആകുമ്പോൾ യെല്ലോ ബാഗിൽ, ഇമേജ് വേസ്റ്റിന്റെ യെല്ലോ ബാഗിൽ കളയുക. അതിനുശേഷം അവിടെ ക്ലീനിങ് സ്റ്റാഫിനെ കൊണ്ട്, അല്ലെങ്കിൽ ആരാണോ ഇതിന്റെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അവരോടവിടെ ക്ലീൻ ചെയ്യിക്കുക. ഇനി സ്പില്ലേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലാസ് ഒക്കെ പൊട്ടി, ഒരു ബീക്കർ മൊത്തത്തിൽ വീണുകയാണെങ്കിൽ ആദ്യം നമ്മൾ അതിനെ റിമൂവ് ചെയ്യണം. യൂസ് ടൂൾസ്, ഫോർസെപ്സോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പിക്ക് ദ ബ്രോക്കൺ ഗ്ലാസ്, നെവർ ബൈ ഹാൻഡ്. ഒരിക്കലും കൈ കൊണ്ട് എടുക്കരുത്. അതിനെ ഫോർസെപ്സ് കൊണ്ട് മാത്രമേ ഗ്ലാസ് എടുക്കാൻ പാടും. ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ ഫോർസെപ്സ് കൊണ്ട് എടുക്കാൻ പാടും. എന്നിട്ട് ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസിന്റെ ബയോമെഡിക്കൽ വേസ്റ്റ് കളയുന്ന, ഇപ്പോൾ ഉള്ളത് ബ്ലൂ കണ്ടെയ്നർ ആണ്, ആ ഗ്ലാസ് ഉള്ളതിലേക്ക് അത് കളയാം. അതിനുശേഷം അവിടെ എന്തെങ്കിലും നമ്മുടെ ഗ്ലാസ് മാത്രം വീണ് പൊട്ടുകയാണെങ്കിൽ ക്ലീൻ ഏരിയ വെച്ച് ഡിറ്റർജന്റ് ആൻഡ് വാട്ടർ. അതിനുശേഷം അത് നിനക്ക് ഒന്ന് കഴുകി വിടുക, അല്ലെങ്കിൽ ആ ചെറിയ ചെറിയ ഗ്ലാസ് ഐറ്റംസ് ഒന്നും വരാതിരിക്കാനാണ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഹൈപ്പോക്ലോറേറ്റ് വെച്ചോ ഫീനോൾ വെച്ചോ ഏത് ലാബാണെന്നനുസരിച്ചിട്ട് ഇരിക്കുക, അവിടെ ക്ലീൻ ചെയ്യിക്കുക. എന്നിട്ട് റിപ്പോർട്ട് ദ ഇൻസിഡന്റ് ടു ദ സൂപ്പർവൈസറെ ഇൻഫോം ചെയ്യണം. ഇങ്ങനെ ഒരു ബ്രേക്കേജ് ഉണ്ടായി നമുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് പൊട്ടിപ്പോയി, ഇത്ര റിയേജന്റ് ഉള്ള ഒരു കണ്ടെയ്നർ താഴെ വീണ് പൊട്ടി, അല്ലെങ്കിൽ അതിൽ ബ്രേക്ക് ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അതിന്റെ ക്യാപ്പ് ലൂസ് ആയിരുന്നു അത് മറിഞ്ഞു വീണ് പൊട്ടി, എന്താണെങ്കിൽ ആ ഇൻസിഡന്റ് സൂപ്പർവൈസറെ അറിയിക്കണം. ആൻഡ് ഡോക്യുമെന്റ്, അതിന് ഇതുണ്ടാക്കണം, അത് എന്തുകൊണ്ട് അത് സംഭവിച്ചു, അത് ചെയ്യുന്നതാണ് ഈ റൂട്ട് കോസ് അനാലിസിസ്. ഇത് കുറച്ചുകൂടി വലിയ കാര്യമാണ്. റൂട്ട് കോസ് അനാലിസിസ്, എന്തുകൊണ്ടാണ് അത് വീണ് പൊട്ടിയത്? ചിലപ്പോൾ അവിടെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ലിപ്പറി സർഫസ് അവിടെ ആയതുകൊണ്ടാവാം. അപ്പൊ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളതാണ് റൂട്ട് കോസ് അനാലിസിസ്. പിന്നെ കാപ്പ എന്ന് പറയും, കറക്റ്റീവ് ആക്ഷൻ, CA, പ്രിവെന്റീവ് ആക്ഷൻ, PA. അതിനാണ് നമ്മൾ കാപ്പ എന്ന് പറയും, കറക്റ്റീവ് ആക്ഷൻ, പ്രിവെന്റീവ് ആക്ഷൻ. അത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടെ വേഗം വൈപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു, അത് കറക്റ്റീവ് ആക്ഷൻ. ഇനി അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? അവിടെ ഒരു സ്ലിപ്പറി സർഫസ് ആണെങ്കിൽ ആ സ്ലിപ്പറി ഒഴിവാക്കണം. അതുപോലെ ഇനിയിപ്പോ അതിന്റെ ക്യാപ്പ് ലൂസ് ആണെങ്കിൽ പ്രോപ്പർ ക്യാപ്പ് ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നർ ആവുന്ന പ്രശ്നമുണ്ട്, പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആക്കണം. ഇങ്ങനെയുള്ള പ്രിവെന്റീവ് ആക്ഷൻസ് എല്ലാം എടുക്കണം. അത് കുറച്ചുകൂടി ഹയർ എൻഡ് കാര്യങ്ങളാണ്. ഇനി നമ്മുടെ സ്പിൽ കിറ്റിൽ എന്തൊക്കെ വേണമെന്നാണ്? ഡിസ്പോസിബിൾ ഗ്ലൗസ്, മാസ്ക്, ഗൗണ്. ചിലത് ഈ സ്പിൽ കിറ്റിൽ നമ്മളൊരു ഗൗൺ വെക്കും, ഗൗൺ വെച്ചിട്ട് അതെല്ലാം ഡിസ്പോസ് ചെയ്യുന്നതാണ്. അതുപോലെ ഗോഗിൾ വരും, ഫേസ് ഷീൽഡ് വരും.
അബ്സോർബൻ മെറ്റീരിയൽ ചിലപ്പോൾ കോട്ടൺ ആയിരിക്കാം, ടിഷ്യൂ പേപ്പർ ആയിരിക്കാം, ഗോസ് ആയിരിക്കാം, അല്ലെങ്കിൽ അബ്സോർബിംഗ് മെറ്റീരിയൽ ആയിരിക്കാം. പിന്നെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഇതിനെ ഡിസിൻഫെക്ട് ചെയ്യാനുള്ളത്. ബയോസാഡ് ഈ വേസ്റ്റ് എല്ലാം ഇടാനുള്ള ബയോസാഡ് ബാഗ് കൂടി അവിടെ വേണം. പിന്നെ ഇത് ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഫോർസെപ്സ് കാര്യങ്ങൾ അതിൽ വേണം. അല്ലെങ്കിൽ ഇതെല്ലാം വൈപ്പ് ചെയ്ത് എടുക്കാനാണെങ്കിൽ കൈ കൊണ്ട് തൊടാൻ പാടില്ല. ഈ ഹൈപ്പോക്ലോറൈറ്റ് ഒഴിച്ചെല്ലാം ഈ ഫോർസെപ്സ് വെച്ചിട്ട് വേണം നമ്മൾ വൈപ്പ് ചെയ്തെടുത്തിട്ട് ബയോസാഡ് ബാഗിലേക്ക് കളയേണ്ടത്. പിന്നെ ലേബൽസ് ആൻഡ് മാർക്കേഴ്സ്, ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇങ്ങനെ ഒരു അപകടം ലാബിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് കാണിക്കുന്ന ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോം ഉള്ള ഫോം അവിടെ തന്നെ വേണം. അതുപോലെ ഇത് എന്ത് വേസ്റ്റ് ആണ്, എന്ത് പറ്റിയതാണ്, എന്ത് വേസ്റ്റ് ആണ്, എന്ത് സ്പില്ലേജ് ആണ്, അതിന്റെ എല്ലാം മാർക്ക് ചെയ്യണം. എന്ത് വേസ്റ്റ് കൊണ്ടുപോയി ബയോസാഡ് ബാഗ് ആണെങ്കിൽ അത് എന്താണ് ലേബൽ ചെയ്ത് വെക്കാനുള്ള ലേബൽസ് വേണം, മാർക്കേഴ്സ് വേണം. ഇത്രയാണ് ബ്ലഡ് സ്പില്ലേജ് അല്ലെങ്കിൽ സ്പില്ലേജ് കിറ്റിൽ ഉണ്ടാവുക. മെർക്കുറി സ്പില്ലേജ് ആണെങ്കിൽ ഇതിൽ എന്ത് വരും? സിപ്ലോ കവർ വരും, എക്സ്റേ ഷീറ്റ് വരും, ടോർച്ച് വരും. ഇത് ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് നോക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ. അങ്ങനെ എന്ത് സ്പില്ലാണോ അതിനനുസരിച്ച് മാറും. അപ്പോ ജനറൽ ബയോസേഫ്റ്റി ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ബയോസേഫ്റ്റി ലെവൽ 1 or 2 പ്രോട്ടോകോൾ ആസ് പെർ ലാബ് ക്ലാസിഫിക്കേഷൻ. നമ്മുടെ ലാബ് എത്രത്തോളം വലുതാണ്, ചെറിയ ലാബാണോ, മീഡിയം സൈസ് ലാബാണോ, മൈക്രോബയോളജിക്കൽ ലാബാണോ, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, അതിനനുസരിച്ച് നമ്മുടെ ബയോസേഫ്റ്റി ലെവൽ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇൻഫെക്ഷസ് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ ബയോസേഫ്റ്റി, ഇപ്പൊ നിപ്പൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ലെവൽ 3 അല്ലെങ്കിൽ ലെവൽ 4 ബയോസേഫ്റ്റി ക്യാബിനറ്റ് തന്നെ ആവശ്യമാണ്. അത്രയും പ്രിക്കോഷൻ ആയിട്ട് വേണം ഈ നിപ്പ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ. അതുപോലെ പെർഫോം ഹാൻഡ് ഹൈജീൻ. നമ്മളൊരു ടെസ്റ്റ് എന്തെങ്കിലും നമ്മളൊരു പേഷ്യന്റിനെ തൊടാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കൈ കഴുകണം. നമ്മുടെ കയ്യിലുള്ള ഒരു ബാക്ടീരിയ പേഷ്യന്റിന് അസുഖം ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ പേഷ്യന്റിനെ തൊടുന്നതിന് മുമ്പ്, പേഷ്യന്റിനെ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയറിന് മുമ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയറിന് ശേഷം, അതുപോലെ ഗ്ലൗസ് ചേഞ്ച് ചെയ്യുമ്പോൾ, അങ്ങനെ നമ്മൾ എപ്പോഴും ഹാൻഡ് ഹൈജീൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ലാബിൽ ഡ്യൂട്ടി കയറുമ്പോഴും കൈയൊക്കെ വൃത്തിയാക്കി കഴുകിയിട്ട് അതിനകത്ത് കയറാൻ പാടും. പിന്നെ സ്റ്റോറേജ്, ഡിസിൻഫെക്ടന്റ് എല്ലാം പ്രോപ്പർലി ലേബൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. മെയിൻറ്റെയിൻ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, MSDS അല്ലെങ്കിൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഒരു കെമിക്കൽ എങ്ങനെ യൂസ് ചെയ്യണം, ആ കെമിക്കൽ എന്താണ്, എത്ര കോൺസെൻട്രേഷൻ ആണ്, അത് എന്ത് ടൈപ്പ് ഹസാർഡ് ആണ്, അത് എന്ത് ബുദ്ധിമുട്ടാണ്, ഇറിറ്റന്റ് ആണോ, കൊറോസീവ് ആണോ, ടോക്സിക് ആണോ, എക്സ്പ്ലോഡിംഗ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്ലെയിമബിൾ ആണോ, ഇങ്ങനെ എല്ലാവരും മെൻഷൻ ചെയ്യണം. എങ്ങനെ അത് യൂസ് ചെയ്യണം, അതിനായിട്ട് ആക്സിഡന്റ് ഉണ്ടായി നമ്മൾ എന്തൊക്കെ ചെയ്യണം, പ്രിക്കോഷൻസ്, അതെങ്ങനെ സ്റ്റോർ ചെയ്യണം, അതെങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം, ഇതെല്ലാം വേണം. പിന്നെ റെഗുലർ ട്രെയിനിങ്. നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിനെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സ്റ്റാഫിന് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രോട്ടോകോള്, എങ്ങനെയാണ് നമ്മളൊരു ബയോസേഫ്റ്റി ലാബിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ബയോസേഫ്റ്റി സ്റ്റാൻഡേർഡിൽ പോകണമെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, ഇങ്ങനെയുള്ള എല്ലാം പറഞ്ഞു കൊടുക്കണം. അപ്പോ എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. അപ്പൊ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഡേർട്ട് ആൻഡ് മാറ്റർ ആണ്. ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസിനെ കില്ല് ചെയ്യണം. അത് മെഡിക്കൽ ഇത് വരുന്നതാണ്. പിന്നെ സ്പിൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ ആദ്യം കവർ ചെയ്യുക, ന്യൂട്രലൈസ് ചെയ്യുക, ഹസാർഡിനെ ഹൈപ്പോക്ലോറൈറ്റ് വെച്ച് ന്യൂട്രലൈസ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അപ്പൊ ക്ലീനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻസും വാട്ടറൊക്കെ ആകുമ്പോൾ ഡിസിൻഫെക്റ്റിന് നമ്മൾ ബ്ലീച്ചിങ്, ആൽക്കഹോള്, കോട്ടണറി അമോണിയം കോമ്പൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യും, ഹൈപ്പോക്ലോറൈറ്റ് യൂസ് ചെയ്യും, ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യും, അങ്ങനെയുള്ള യൂസ് ചെയ്യും. പിന്നെ ബ്രഷും ബ്രഷൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തുണികൾ അങ്ങനെയൊക്കെ കഴുകിയ ബ്രഷ് മതി. ഇവിടെ ആകുമ്പോൾ ഡിസിൻഫെക്ഷൻ നമ്മൾ സ്പ്രേയേഴ്സ് ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വൈപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക. സ്പിൽ കിറ്റ് ആണ് ഇതിന് വേണ്ടത്. പിന്നെ ക്ലീനിങ് നമ്മൾ ഡെയിലി ചെയ്യണം, അല്ലെങ്കിൽ ഓരോന്നിന്റെ ആഫ്റ്റർ യൂസ് കഴിഞ്ഞ് വരും. അതേപോലെ ഡിസിൻഫെക്ഷന് നമ്മൾ ഡെയിലി. ഇത് റുട്ടീൻ പ്രോസസ്സാണ്, റുട്ടീൻ ആയിട്ട് വരുന്ന ജനറൽ പ്രോസസ്സാണ്. ഇത് മെഡിക്കലി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ക്ലീനിങ് കാര്യങ്ങൾ. ക്ലീനിങ് കിറ്റ് വേണം, സ്പിൽ മാനേജ്മെന്റ് കിറ്റ് വേണം, അതിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് ഒരു ബയോസേഫ്റ്റി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആക്യുറേറ്റ് റിസൾട്ട് ലാബിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.